GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചകവാതക സിലിണ്ടറുകൾ കിട്ടാൻ ഉപഭോക്താക്കൾ നെട്ടോട്ടത്തിൽ. സിലിണ്ടർ വിതരണം നിലച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കവളങ്ങാട് പഞ്ചായത്ത് വികസന സെമിനാറിൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ബഹളം. കോൺഗ്രസ് അംഗം സെമിനാർ ബഹിഷ്കരിച്ചു. കീരമ്പാറയിൽ കൈക്കൂലി നൽകാത്തതിനാൽ വീട്ടു നമ്പർ നൽകിയില്ലെന്ന പേരിൽ മക്കളോടൊപ്പം വിധവയുടെ പ്രതിഷേധം. ഷോജി ഷാജി വധക്കേസിൽ അന്വേഷണം നിലച്ചതിനെതിരെ നാട്ടുകാർ. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിക്കാൻ നീക്കം. പാചകവാതക സിലിണ്ടർ വിതരണം നിലച്ചതോടെ ഉപഭോക്താക്കൾ നെട്ടോട്ടത്തിൽ. സിലിണ്ടർ ലഭിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാകുകയാണ്. താലൂക്കിലെ ഒരു ഭാഗത്തും ഇപ്പോൾ പാചകവാതക സിലിണ്ടർ വിതരണം നടക്കുന്നില്ല. കൊച്ചിയിലെ IOC പ്ലാന്റിൽ ബോട്ടിലിംഗ് നിലച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണ് താലൂക്കിലും പ്രകടമാകുന്നത്. ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ സിലിണ്ടർ വാഹനം എത്തുന്നതും കാത്തിരിപ്പാണ്. ബോട്ടിലിംഗ് തടസ്സം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ലെന്ന് ഏജൻസി അധികൃതർ അറിയിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ബഹളവും കോൺഗ്രസ് അംഗത്തിന്റെ ബഹിഷ്കരണവും. ഭവന നിർമ്മാണത്തിന് പണം വകയിരുത്താത്തതിൽ ഷൈജൻ ചാക്കോയാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത്. കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി EMS ഭവന പദ്ധതിയുടെ 100ലേറെ ഗുണഭോക്താക്കൾ പഞ്ചായത്തിന്റെ വാക്കു വിശ്വസിച്ച് വീട് പണിയാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. ഇതിലേറെ പേരും പഴയ വീട് പൊളിച്ചുമാറ്റി വീട് നിർമ്മാണത്തിനായി സൗകര്യം ഒരുക്കി. ഇവരെല്ലാം വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്തു. എനിക്ക് ഈ നാട്ടിൽ വേറെ ഒന്ന് കയറി കിടക്കാൻ അഞ്ചോളം പണിയെടുത്തേച്ച് വന്നിട്ടൊന്ന് കയറി കിടക്കാൻ ഉമ്മറം വേണ്ടേ? എനിക്ക് അത് മാത്രം നടന്ന് കിട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്തില്ല. പടത കെട്ടി ഒരു ചെറിയ ഷെഡ് കെട്ടിയാൽ കിടക്കണം. അതും തരുന്നാൾ ഒരാൾക്ക് ആരും ചാടിയിട്ട് അതും കുറെ പൊളിഞ്ഞു. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഈ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം ലഭ്യമായില്ല. ഇതേ തുടർന്ന് ഈ ഗുണഭോക്താക്കൾ വികസന സെമിനാർ ഹാളിലെത്തി ബഹളമുണ്ടാക്കി. ഭവന നിർമ്മാണ സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 6ാം വാർഡ് മെമ്പറായ കോൺഗ്രസിലെ ഷൈജൻ ചാക്കോ സെമിനാർ ബഹിഷ്കരിച്ചത്. ഭവന നിർമ്മാണത്തിന് പണം വകയിരുത്തി പദ്ധതി തയ്യാറാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ മറ്റു ചില മെമ്പർമാർ എതിർക്കുകയും ചെയ്തു. പാവപ്പെട്ടവരുടെ അടിസ്ഥാന ആവശ്യമായ വീടിന് പണം മാറ്റിവെക്കാൻ തീരുമാനമെടുക്കാതെ വികസന സെമിനാർ വിളിക്കരുതെന്ന് ഷൈജൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭരണസമിതി യോഗത്തിൽ വിയോജനക്കുറിപ്പ് എഴുതുകയും ചെയ്തു. എന്നാൽ വികസന സെമിനാർ നടത്തി നിശ്ചയിച്ച പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് ഭരണ നേതൃത്വം തീരുമാനിച്ചത്. ഇതിനാലാണ് സെമിനാർ ബഹിഷ്കരിച്ചതെന്ന് ഷൈജൻ വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് നിർധനരായ നിരവധി കുടുംബങ്ങൾ കിടക്കാനിടമില്ലാതെ ദുരിതത്തിലാകാൻ കാരണമെന്നും ഷൈജൻ ചൂണ്ടിക്കാട്ടി. അടിയന്തരമായി ആളുകൾക്ക് വീട് കൊടുക്കുവാനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൽ ഉരുത്തിരിയണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് അപ്പുറത്ത് ജനപക്ഷത്തായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ജനങ്ങളുടെ കാര്യത്തിൽ ന്യായമായ ഒരു ആവശ്യമാണിത്. പഞ്ചായത്തിൻ്റെ വീഴ്ച മൂലമാണ് ഈ പാവങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വീട് ലഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇതിൽ കൂട്ടായ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടില്ല. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച തന്നെയാണ്. പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന് 20 ലക്ഷം രൂപ വകയിരുത്തിയപ്പോഴാണ് ഭവന നിർമ്മാണ സഹായ പദ്ധതിയെ അവഗണിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. കൈക്കൂലി നൽകാത്തതിന്റെ പേരിൽ വീട്ടു നമ്പർ നൽകാൻ തയ്യാറായില്ലെന്ന പരാതിയുമായി വിധവയും മക്കളും കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ സത്യാഗ്രഹം നടത്തി. സെക്രട്ടറിക്കെതിരെയുള്ള മറ്റു പരാതികൾ പരിശോധിക്കാനെത്തിയ വിജിലൻസ് സംഘത്തിന്റെ മുൻപിൽ വെച്ചായിരുന്നു ഈ പ്രതിഷേധം. വീട്ടു നമ്പർ നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. പാലമറ്റത്ത് റോഡ് പുറമ്പോക്കിൽ സ്ഥിതി ചെയ്യുന്ന വീടിനായി താൽക്കാലിക വീട്ടു നമ്പറിന് അപേക്ഷ നൽകിയിരുന്ന കുന്നത്ത് മനീഷ എന്ന വിധവയാണ് കീരമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിച്ചത്. രാവിലെ 2 മക്കളോടൊപ്പം ഓഫീസിലെത്തിയ മനീഷ സെക്രട്ടറിയുടെ ക്യാബിനിൽ കയറി വാതിലടച്ചു. വീട്ടു നമ്പർ നൽകാതെ പുറത്തിറങ്ങില്ലെന്ന് അവർ അറിയിച്ചു. ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. ഈ സമയത്ത് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്നു. സെക്രട്ടറി TK രവീന്ദ്രനെതിരെ മുമ്പുണ്ടായ പരാതികൾ സംബന്ധിച്ച് പരിശോധനയ്ക്കെത്തിയതായിരുന്നു ഉദ്യോഗസ്ഥ സംഘം. മനീഷയുടെ പ്രതിഷേധം മൂർച്ഛിച്ചതോടെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി. റേഷൻ കാർഡിന് അപേക്ഷ നൽകുന്നതിനായാണ് മനീഷ വീട്ടു നമ്പർ ആവശ്യപ്പെട്ടത്. ആഴ്ചകളോളം ഓഫീസിൽ കയറിയിറങ്ങിയെങ്കിലും നടപടിയുണ്ടായില്ല. സെക്രട്ടറിക്ക് നൽകണമെന്ന് പറഞ്ഞ് ഒരു ക്ലർക്ക് 2000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാൻ മനീഷ തയ്യാറായില്ല.
ഇക്കാരണത്താലാണ് തന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് മനീഷ പറഞ്ഞു. ഒരു മാസം 5 ദിവസം ഒരു പേര നമ്പറിന് വേണ്ടി ഞാൻ പുറമ്പോക്കി കിടക്കുന്ന എൻ്റെ ഭർത്താവ് മരിച്ച ആളാണ്. ഞാൻ അതിന് വേണ്ടി ഈ നമ്പറിന് വേണ്ടി ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 15 പ്രാവശ്യങ്ങളും വന്ന്. അപ്പോൾ അവിടെ ആ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീയെ പറഞ്ഞത് സാറിന് എന്തെങ്കിലും കൊടുക്കണം, ഒരു 2000 രൂപ കൊടുക്കാൻ, അങ്ങ് കൊണ്ട് ഇട്ട് തരാമെന്ന്. ഞാൻ അന്ന് ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞിട്ടാ പോയത്, എല്ലാവരോടും പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് ഇനി എന്നോട് മേടിക്കല്ല, എല്ലാവരും ഞാൻ വിജിലൻസിൽ ആ രൂപ മേടിച്ചിട്ട് കൊടുത്തേനെ. പക്ഷെ അതും ഇനി എന്നോട് മേടിക്കല്ലാത്ത അവസ്ഥയായി അവർ. അങ്ങനെയാ സംഭവം. ഒരു ദിവസം മുഴക്ക് വന്നാൽ അവർ കയറ്റുമില്ല. സെക്രട്ടറിക്ക് കാണാൻ സമയമില്ല. സെക്രട്ടറി വരുമ്പോഴേ ഗെറ്റ് ഔട്ട് അടിച്ചു വിടുക. നിങ്ങൾ പിന്നെ വാ, നാളെ വാ, മറ്റന്നാൾ വാ. എന്താ ഇങ്ങനെ സെക്രട്ടറിമാര് പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? പ്രശ്നത്തിൽ ജോയിന്റ് ഡയറക്ടർ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മനീഷ മക്കളെയും കൂട്ടി സെക്രട്ടറിയുടെ ക്യാബിന് പുറത്തേക്ക് മാറി. മനീഷയുടെ അപേക്ഷ ന്യായമാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. മനീഷ അർഹയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീട്ടു നമ്പർ നൽകാനും ജോയിന്റ് ഡയറക്ടർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ആവശ്യം നിറവേറ്റിയാണ് മനീഷയും മക്കളും ഓഫീസ് വിട്ടത്. സെക്രട്ടറി KP രവീന്ദ്രൻ ഇതിനു മുമ്പും പലതവണ വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയാണ് രവീന്ദ്രൻ കീരമ്പാറയിൽ തുടരുന്നത്. ആരോപണ വിധേയയായ ക്ലർക്കും വകുപ്പുതല നടപടികൾ നേരിട്ടിട്ടുണ്ട്. കൂടംകുളത്തെ ആണവ നിലയ വിരുദ്ധ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് കോതമംഗലത്തും പ്രകടനം. ഒരു പറ്റം വിദ്യാർത്ഥികളാണ് ടൗണിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയത്. സംസ്ഥാന പബ്ലിക് റിലേഷൻസ് വകുപ്പ് പ്രസിദ്ധീകരിച്ച പത്രപരസ്യത്തോടൊപ്പം ഉണ്ടായിരുന്ന കേരളത്തിന്റെ മാപ്പിൽ തെറ്റുകളുണ്ടെന്ന ആരോപണം. കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഇടുക്കി ജില്ലയുടെ ഭാഗമായാണ് ഈ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കുട്ടമ്പുഴ പഞ്ചായത്തിനെ ഇടുക്കി ജില്ലയിൽ നിന്നും വേർപെടുത്തി എറണാകുളം ജില്ലയിൽ കൂട്ടിച്ചേർത്തതാണ്. എന്നാൽ ഇപ്പോഴും പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് ഈ മാപ്പ് വ്യക്തമാക്കുന്നു. ഈ തെറ്റ് കടന്നുവരാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് കോതമംഗലം മനുഷ്യാവകാശ സംരക്ഷണ സെൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വാരപ്പെട്ടി പുത്തൻപുരയ്ക്കൽ ഷാമിന് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം കൈമാറി. 5 ലക്ഷം രൂപയുടെ ചെക്ക് ടി യു കുരുവിള MLA ഷാമിന്റെ പിതാവ് ഷൈജുവിന് നൽകി. ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ PK ചന്ദ്രശേഖരൻ നായർ, VK റജി, തഹസിൽദാർ KJ ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. BMS മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി ദിനാചരണം സംഘടിപ്പിച്ചു. പുന്നേക്കാട് നടന്ന തൊഴിലാളി ദിന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേണാട് വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KN ബാബു അധ്യക്ഷത വഹിച്ചു. KV മധുകുമാർ, വിനോദ് നാരായണൻ, PS ശക്രൻ എന്നിവർ പ്രസംഗിച്ചു. ഊഞ്ഞാപ്പാറ കവലയിൽ നിന്നും പ്രകടനവും നടത്തിയിരുന്നു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാർ നടന്നു. കവളങ്ങാട് പഞ്ചായത്തിലെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള 2012-2013 വർഷത്തെ കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിൽ ചർച്ച ചെയ്തത്. കരട് പദ്ധതി രേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB മാത്യു അവതരിപ്പിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,47,12,290 രൂപ. ആ പൈസക്കകത്ത് നമ്മളിത് അനിവാര്യ പദ്ധതികൾ നിർബന്ധമായി ഇത്ര പൈസ ഇന്ന കാര്യത്തിന് മാറ്റിവെക്കണം സർക്കാർ നിർദ്ദേശമുണ്ട്. അതിനുവേണ്ടി അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടി 15 ലക്ഷം രൂപ, SSA വിഹിതം സ്കൂളുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി 9,32,925 രൂപ, EMS ലോൺ തിരിച്ചടവ് 17,32,950 രൂപ. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 41,65,925 രൂപ. പിന്നീടുള്ള തുകയാണ് മേഖലാ വിഭജനത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കൂ. സെമിനാറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ജേക്കബ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം പെരുമ്പാവൂർ റൂട്ടിൽ തൃക്കാരിയൂർ ചിറലാട് വഴി ബസ് സർവീസ് അനുവദിക്കണമെന്ന് തൃക്കാരിയൂർ പൗരസമിതി ആവശ്യപ്പെട്ടു. തൃക്കാരിയൂർ നിവാസികൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ ഇത് ആവശ്യമാണെന്നും പൗരസമിതി ചൂണ്ടിക്കാട്ടി. DYFI അടിവാട് യൂണിറ്റ് സമ്മേളനം CPM ലോക്കൽ കമ്മിറ്റി അംഗം OE അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. UA സുധീർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായി UA സുധീർ പ്രസിഡന്റ്, KP രതീഷ് വൈസ് പ്രസിഡന്റ്, MA അനിൽ സെക്രട്ടറി, PA നവാസ് ജോയിന്റ് സെക്രട്ടറി, MM സലീം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു.
ചരമറിയിപ്പ്. നേര്യമംഗലം കൊത്തളത്തിൽ മാത്യുവിന്റെ ഭാര്യ മേരി നിര്യാതയായി. 68 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതക സിലിണ്ടറുകൾ കിട്ടാൻ ഉപഭോക്താക്കൾ നെട്ടോട്ടത്തിൽ. സിലിണ്ടർ വിതരണം നിലച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കവളങ്ങാട് പഞ്ചായത്ത് വികസന സെമിനാറിൽ ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ബഹളം. കോൺഗ്രസ് സംഘം സെമിനാർ ബഹിഷ്കരിച്ചു. കീരമ്പാറയിൽ കൈക്കൂലി നൽകാത്തതിനാൽ വീട്ടു നമ്പർ നൽകിയില്ലെന്ന പേരിൽ മക്കളോടൊപ്പം വിധവയുടെ പ്രതിഷേധം. ഷാജി വധക്കേസിൽ അന്വേഷണം നിലച്ചതിനെതിരെ നാട്ടുകാർ. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിക്കാൻ നീക്കം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.